എറണാകുളം മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്ത സംഭവം വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. ഇതിനടുത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നുവെന്നും ഇതിൽ കുറേ സാധനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് എന്നാണ് അടിയന്തര പ്രമേയത്തിന്റെ ഉത്തരം എന്നുള്ള നിലയിൽ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ NL ബീന പറയുന്നത് വിദ്യാർത്ഥികൾ കുറ്റക്കാരാണോ എന്നറിയില്ല, എന്നാൽ അവരുടെ അറിവില്ലാതെ ഇവ അവിടെ എത്തില്ല എന്നാണ്. നിയമസഭയിൽ അടിയന്തര പ്രമേയം ഉന്നയിച്ച PT തോമസ് MLA പറയുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മഹാരാജാസ് കോളേജ് മാറി എന്നാണ്. അദ്ദേഹം പ്രസംഗവേളയിൽ പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ വേഷമിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ ആകർഷിച്ച് മഹാരാജാസ് കോളേജിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് പണം തട്ടുന്ന ഏർപ്പാട് വരെ ഉണ്ട് എന്നാണ്. കുറെ കൂടി കടന്ന് മഹാരാജാസ് കോളേജ് തീവ്രവാദ ക്യാമ്പായി മാറിയിരിക്കുന്നുവെന്നും രാത്രികാലത്ത് മദ്യക്കുപ്പികൾ ചിതറിക്കിടക്കുന്ന ഒരു ക്യാമ്പസായി മഹാരാജാസ് കോളേജ് മാറിയിട്ടുണ്ട് എന്നാണ്. മഹാരാജാസ് കോളേജ് മുന്നിൽ നിന്നാണ് നമ്മളിപ്പോൾ തത്സമയം ഈ പരിപാടി ചെയ്യുന്നത്. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ, മഹാരാജാസ് കോളേജിൽ ഇപ്പോഴും തുടരുന്നവരുണ്ട്. VM ജുനൈദ് SFI ജില്ലാ സെക്രട്ടറി, അജ്മൽ KSU നേതാവ് എന്നിവർ നമ്മളോടൊപ്പം പാനലിലും, ഒപ്പം തന്നെ T ജയചന്ദ്രൻ 1977 കാലഘട്ടത്തിൽ SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നയാൾ, മുഹമ്മദ് ഷിയാദ് മഹാരാജാസിലെ മുൻ KSU നേതാവ്, ഇപ്പോൾ DCC സെക്രട്ടറി സൈമൺ ബ്രിട്ടോയെയും അല്പസമയത്തിനകം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ VM ജുനൈദ്, ഞാൻ നേരത്തെ PT തോമസിനെ ഉദ്ധരിച്ച കാര്യങ്ങൾ, ഇതൊക്കെ നടക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണോ മഹാരാജാസ് കോളേജ്? ശ്രീ PT തോമസ് പറഞ്ഞത്, നിയമസഭയിൽ പറഞ്ഞത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള ചില കാര്യങ്ങളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശ്രീ PT തോമസ് നേരത്തെ KSUവിന്റെ നേതാവായിരുന്നു. അദ്ദേഹം KSUവിന്റെ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ 1981 ഡിസംബർ 21 ഇര അല്പനിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് കടന്നു വരുമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. സഖാവ് സൈമൺ ബ്രിട്ടോ ഇന്നും വീൽ ചെയറിലാണ് കഴിയുന്നത്. അപ്പോൾ സഖാവ് സൈമൺ ബ്രിട്ടോയെ അന്ന് വകവരുത്താൻ ശ്രമിച്ചതിന്റെ പിന്നിൽ ശ്രീ PT തോമസ് ആരോപണ വിധേയനാണ്. മറ്റൊന്ന്, 2016 ജൂൺ മാസം എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ അരങ്ങേറിയ നാടകീയമായ സംഭവവികാസങ്ങൾ പരിശോധിക്കണം. മഹാരാജാസ് MCRV ഹോസ്റ്റലിന് മുമ്പിൽ SFI പ്രവർത്തകരെ സോഡാ കുപ്പിക്കെറിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതിലെ പ്രതികൾ ആരൊക്കെയായിരുന്നു? KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്. ഇവിടെ പ്രിൻസിപ്പൽ പറയുന്നത് ഇതിൽ വിദ്യാർത്ഥികൾ കുറ്റക്കാരാണോ എന്നറിയില്ല, പക്ഷേ വിദ്യാർത്ഥികളുടെ അറിവില്ലാതെ ഈ ആയുധങ്ങൾ അവിടെ എത്തില്ല. പ്രിൻസിപ്പൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കാം. പ്രിൻസിപ്പൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ആ ഹോസ്റ്റൽ റൂമിൽ താമസിച്ചിരുന്ന 6 വിദ്യാർത്ഥികൾ, ആ 6 വിദ്യാർത്ഥികളെ എനിക്ക് നേരിട്ടറിയാം. ആ വിദ്യാർത്ഥികൾ നിർധന കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ്. അവർ അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല. 5-ാം തീയതിയിലത്തെ പത്രത്തിൽ പ്രിൻസിപ്പൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അതോടൊപ്പം അവർ ഇങ്ങനെ കൂടി പറയുന്നു, ആ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അത് പരിശോധിച്ച് കണ്ടെത്തേണ്ടത് പോലീസാണ്. പോലീസ് ആ റൂമിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു വരികയാണ്. അതിൽ അജ്മൽ, ഇത് നിങ്ങൾ കൊടുത്തൊരു ഫീഡ്ബാക്ക് അനുസരിച്ചാണോ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് PT തോമസ് ഈ വാദങ്ങൾ ഉയർത്തിയത്? ഇവിടെ ആദ്യമായി ഒരു കാര്യം തിരുത്തേണ്ടതുണ്ട്. സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരും. അദ്ദേഹം PT തോമസുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസാരിച്ചത് കൊണ്ട് PT തോമസ് മഹാരാജാസിൽ പഠിക്കുന്ന കാലഘട്ടത്തിലോ സൈമൺ ബ്രിട്ടോ മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി അല്ല എന്നതും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമായി ഞാൻ ആദ്യമായി സൂചിപ്പിക്കുകയാണ്. മഹാരാജാസ് കോളേജിലെ KSUക്കാരുടെ തലയിൽ സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചരിത്രം പേറി കാലാകാലങ്ങളിൽ ഇവിടെ വരുന്ന KSUക്കാർ ക്രൂശിക്കപ്പെടുക തുടങ്ങിയിട്ട് നാളൊരുപാട്. രണ്ടാമതായി, ഇവിടെ PT തോമസ് MLA നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവം മഹാരാജാസ് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ കലാലയങ്ങളിൽ ആയുധങ്ങൾ തന്നെ, ഇത് ഞാൻ പറയുകയാണ് എങ്കിൽ കേരളത്തിലെ കലാലയങ്ങളിൽ ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ഇതരങ്ങളായ കലാലയങ്ങളിലേക്ക് കടന്നു പോകുന്നവരാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തെ വലിയ രീതിയിലേക്ക് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് മാനേജ്മെന്റുകൾ. പൊതുസമൂഹം വീക്ഷിക്കുന്നുണ്ട്. പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് രക്ഷിതാക്കൾ കൃത്യമായി തങ്ങളുടെ കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കുമ്പോൾ അവർ ഏത് നിലയിൽ അവിടെ പ്രവർത്തിക്കണം എന്ന് വരെ വീക്ഷിക്കുന്നവരാണ്. ഈ പൊതുസമൂഹത്തിൽ ആരാണ് കൊണ്ടുവച്ചത്? ഞാൻ പറഞ്ഞു വരട്ടെ. ഈ പൊതുസമൂഹത്തിനിടയ്ക്ക്
പ്രസംഗമല്ല. ഈ ആയുധങ്ങൾ ആരാണ് ഇത്രയധികം കൊണ്ടുവച്ചത്? ഈ ആയുധം കൊണ്ടുവച്ചവരെ കൃത്യമായി പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ആ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളുടെ ഒപ്പം KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിക്ക് KSU സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തിയതാണ്. കൃത്യമായി സംഘടന എന്നുള്ള നിലയിൽ SFIയുടെ പങ്ക് ഇതിൽ സുവ്യക്തമല്ലേ? ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഈ സ്റ്റാഫ് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുത്തത് എങ്ങനെയാണ്? മറ്റ് ഹോസ്റ്റൽ ഇല്ല, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ സ്റ്റാഫ് ഹോസ്റ്റൽ തുറന്നു കൊടുക്കുന്ന സമയത്ത് SFI ആണ് അതിൽ ഇടപെട്ടത്. SFIയുടെ ഇടപെടൽ മൂലമാണ് സ്റ്റാഫ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ അവസരം കിട്ടിയത്. അന്ന് എഴുതപ്പെട്ട ഒരു കരാറുണ്ട്. ആ കരാർ എന്താണെന്ന് വെച്ചാൽ ഇന്ന ദിവസം ഈ ഹോസ്റ്റൽ ഒഴിയണം. ഏത് അടുത്ത അധ്യയന വർഷത്തേക്ക് ഒഴിഞ്ഞു കൊടുക്കണമെന്നല്ല. അത്രയും ഈ മാർച്ച് 30 വരെയാണ് ഈ ഹോസ്റ്റൽ അനുവദനീയമുള്ളൂ. എക്സാം ഉണ്ടെങ്കിൽ ഏപ്രിൽ മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. എന്ന് വച്ചാൽ വിദ്യാർത്ഥികൾ എക്കാലത്തേക്കുമായി ആ ഹോസ്റ്റലിൽ നിന്ന് ഒഴിഞ്ഞുപോയ ഹോസ്റ്റലിൽ നിന്ന് ആയുധം കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത നീങ്ങണമെങ്കിൽ സമഗ്രമായ അന്വേഷണം വേണം. സമഗ്രമായ അന്വേഷണത്തിലൂടെ അതിലെ പറഞ്ഞതുകൊണ്ട് ഒരു ഭീകര കേന്ദ്രമാക്കി മാറ്റുന്നുണ്ടോ? ഇതിലെ ഒരു അഭിപ്രായം ആദ്യമായി രേഖപ്പെടുത്താനാണ്. തെറ്റിദ്ധാരണയാണ് അഭിപ്രായ പ്രകടനങ്ങൾ. ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഈ ആയുധം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ഈ വിഷയം അന്വേഷിച്ചു. ജനുവരി 29-ാം തീയതി ആ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഈ ഹോസ്റ്റലിനകത്ത് പരിചിതമല്ലാത്ത 2 വിദ്യാർത്ഥികൾ ഈ മുറിയിലേക്ക് പോകുന്നത് കാണുന്നു. ആ അധ്യാപകൻ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ആ വിദ്യാർത്ഥികൾ ആ അധ്യാപകനോട് അസഭ്യം പറയുന്നു. ആ അധ്യാപകൻ അത് പ്രിൻസിപ്പലിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ മുറിയിൽ താമസിച്ച 16ഓളം വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ വിളിച്ചു വരുത്തി ആ ഹോസ്റ്റലിൽ ഇനി താമസിക്കരുത് എന്നും എക്സാം നടക്കുന്നവർക്ക് തലേ ദിവസം അത് തുറന്നു തരാമെന്നും പറഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമതായി SFI ഇവിടെ ഒരു ആയുധ ശേഖരം നടത്തി, ആയുധ സംഭരണം നടത്തി ഒരു ഭീകര കേന്ദ്രമാക്കി ക്യാമ്പസിനെ മാറ്റുന്നുണ്ടോ? SFI ഇങ്ങനെ മാറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് എന്റെ മറുപടി എന്ന് പറയുന്നത്, ഈ വിഷയം നടന്നപ്പോൾ എന്തിന് SFIയുടെ നേതാവ് വന്ന് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് ഒരു കലാലയത്തിന്റെ പ്രിൻസിപ്പലിനെതിരെ ആക്രോശിക്കുന്നു? അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അതിനുള്ള മറുപടി ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ് ഇതിലെ പ്രസക്തമായ ചോദ്യം. അതിനുള്ള മറുപടി അജ്മൽ മനസ്സിലാക്കണം. അജ്മൽ ഇവിടെ വന്ന് കുറെ കെട്ടുകഥകൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതിലേക്ക് വരാം. അതല്ല ഞാൻ പറഞ്ഞ നേരത്തെ സംഭവിച്ച അതിലേക്കാണ് വരുന്നത്. മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ പല നിലപാടുകളോടും SFIക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇവിടെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലും പോലീസിൽ പരാതിപ്പെടുന്നു. ക്യാമ്പസിനകത്ത് തീർക്കേണ്ട വിഷയങ്ങൾ പോലീസിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടോ? ഇതിലൊരു ജനാധിപത്യ സ്വഭാവം. അപ്പോൾ അല്ല, ഞാൻ മറുപടി പറഞ്ഞു. നമസ്കാരം. ചോദ്യം SFIയുടെ ജില്ലാ ചുമതലയുള്ള താങ്കളോടാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ തുടങ്ങി ഇന്ന് മഹാരാജാസിന്റെ ഈ പ്രശ്നം വരെ എത്തി നിൽക്കുന്നതിലെല്ലാം SFIയുടെ നേതാക്കളാണ് അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടുന്നതിന്റെ വക്താക്കൾ എന്ന് പൊതുവെ ജനങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അതിനെപ്പറ്റി SFI ജില്ലാ സെക്രട്ടറിയുടെ നിലപാട്. SFIയുടെ ചരിത്രം പരിശോധിക്കണം. 970-കളിലാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകൃതമായത്. ഇന്ന് 2017 എത്തിക്കുമ്പോ 33 സഖാക്കളാണ് SFIക്ക് നഷ്ടപ്പെട്ടുള്ളത്. അതിൽ KSUക്കാർ കൊലപ്പെടുത്തിയവരുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയവരുണ്ട്, ഇതര വിദ്യാർത്ഥി സംഘടനകളൊക്കെ കൊലപ്പെടുത്തിയവരുണ്ട്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർ SFIയുടെ കൈകൊണ്ട് കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എങ്ങനെ SFIക്കാർ അക്രമകാരികളാവും? അല്ല, ഞങ്ങളെല്ലാവരും ഒരു ടിവിയിലൂടെ കണ്ട കാഴ്ചയാണ്. ഇവിടെ ആ മഹാരാജാസ് കോളേജിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തപ്പോൾ ഇപ്പോൾ നേരത്തെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ ആ SFIയുടെ ഒരു നേതാവ് വന്നുകൊണ്ട് ആ നമ്മുടെ അധ്യാപികയോട് വളരെയധികം മോശമായ രീതിയിലാണ് SFIയുടെ ആ നേതാവ് അവിടെ പ്രതികരിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ആ ആയുധങ്ങളുടെ പുറകിൽ SFI ആണെന്നതിനുള്ള എല്ലാ തരത്തിലുള്ള തെളിവ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. തിരിച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. SFIയുടെ തലയിലേക്ക് ഇത് കെട്ടിവെക്കാൻ വേണ്ടി നിങ്ങൾ വല്ലാതെ ശ്രമിക്കുമ്പോൾ നിങ്ങളാണ് അതിന്റെ പിന്നിൽ. നിങ്ങൾ ആരും സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഞാൻ അതിന്റെ മറുപടിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ഇത്രമാത്രം വ്യഗ്രത കാണിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ആ ആയുധം കൊണ്ടുവച്ചതിന്റെ പിന്നിൽ KSU ആണെന്ന് SFIക്ക് ആരോപിക്കാം. ഞങ്ങൾ ആ ആരോപണത്തിലേക്ക് കടക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് സമഗ്രമായി അന്വേഷിക്കണം, അതിന്റെ കുറ്റക്കാരെ കണ്ടെത്തണമെന്നാണ്. SFI നേതാവ് എന്തുകൊണ്ട് പോയി ചൂടായി, എന്തുകൊണ്ട് പോയി അങ്ങനെ ഇടപെടേണ്ടി വന്നു? ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ ബഹുമാനം നൽകേണ്ടതായിരുന്നു, നൽകിയില്ല. അത് അദ്ദേഹം ചെയ്ത തെറ്റാണ്. പക്ഷേ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പൽ ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ നിസ്സാര വിഷയങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് പൊതുസമൂഹം
പൊതുസമൂഹത്തിലേക്ക് വലിച്ചഴക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അത്തരത്തിലൊരു സംഭവമാണോ ഇത് എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം വിദ്യാർത്ഥികളുടെ മഹാരാജാസിലെ വിദ്യാർത്ഥികളുടെ പ്രകടനം അദ്ദേഹം നടത്തി. വിജയേട്ടൻ മുഖ്യമന്ത്രി ആകുന്നിടത്തോളം കാലം എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ SFI നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നിയമസഭയിൽ, സംസ്ഥാന നിയമസഭയിൽ PT തോമസ് പറഞ്ഞതാണ്. മഹാരാജാസിലെ പ്രിൻസിപ്പൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഓരോ കാര്യങ്ങളൊക്കെ ഇടപെടുന്നതാണ് പറയുന്നത്. രാഷ്ട്രീയ പ്രസംഗം നടത്തുകയാണ്. രാഷ്ട്രീയ പ്രസംഗമല്ല, വിഷയം പറയട്ടെ. ജനുവരി 9-ം തീയതി ഇവിടെ ഒരു വിഷയം നടക്കുന്നു. ജനുവരി 19-ം തീയതി ഇവിടെ കസേര കത്തിക്കുന്നു. ഇവിടെ മഹാരാജാസിന്റെ ചുവരുകളിൽ വരെ മത വ്രണപ്പെടുത്തുന്ന വിധത്തിലേക്കുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. നിരന്തരമായ അക്രമങ്ങൾ ഈ കലാലയത്തിൽ നടക്കുന്നു. ഞാൻ മഹാരാജാസിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഇവിടെ നടക്കുന്ന ഓരോ അക്രമങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലെ പ്രിൻസിപ്പൽമാർ അതത് സമയങ്ങളിൽ പോലീസിനെ എത്തിച്ചാണ് ഈ അക്രമങ്ങൾക്ക് ശമനം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് പ്രിൻസിപ്പൽ അനാവശ്യമായി വലിച്ചേൽക്കാവുന്നത്? ഇതൊക്കെ ഓരോ വിഷയങ്ങളല്ലേ കൃത്യമായി ഉണ്ടാകുന്നത്. ഒരു സെക്കൻഡ്, ഈ ചർച്ച മുഴുവൻ കൊണ്ടുപോകുന്നത് ഞാൻ തന്നെ, അതുകൊണ്ടാണ് ഞാൻ മൈക്കെടുത്ത് സംസാരിക്കുന്നത്. വല്ലാത്ത രീതിയിൽ SFIയുടെ മേൽ ഈ കുറ്റം ആരോപിക്കാൻ വേണ്ടി നിങ്ങൾ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം അങ്ങ് ചോദിച്ചത് എന്തിനാണ് പ്രേക്ഷകരുടെ അറിവിലേക്കായി താങ്കളുടെ പേരെന്താണ്? ഹരികൃഷ്ണനാണ് പ്രിൻസിപ്പലിന്റെ മുഖത്ത് നോക്കി മുഖത്ത് കൈ ചൂണ്ടി സംസാരിച്ചത്. എന്തിനായിരുന്നു അത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോ പറഞ്ഞത് എന്റെ സംസാരം ശരിയായില്ല എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം തന്നെ സമ്മതിക്കുക. എന്റെ ശൈലി ടീച്ചർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, അത് കാണുന്നവർക്കും ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. ഞാൻ വീണ്ടും അത് കണ്ടപ്പോൾ എനക്കും മനസ്സിൽ പശ്ചാത്താപം തോന്നിയിട്ടുണ്ട്. പിറ്റേ ദിവസം, നിങ്ങൾ അറിയാത്തൊരു കഥയുണ്ട്, പിറ്റേ ദിവസം ഇതേ പ്രിൻസിപ്പളുടെ ക്യാബിനിൽ പോയി ടീച്ചറെ, അത് എന്റെ വൈകാര്യമായ ഒരു നിമിഷത്തിൽ ഞാൻ അറിയാതെ തെറ്റുപറ്റി പോയതാണ്, ക്ഷമിക്കണമെന്ന് പറയാനുള്ള മനസ്സും നിങ്ങൾ ഈ പറയുന്ന ഞാൻ കാണിച്ചിട്ടുണ്ട്. ടീച്ചറെ ഇപ്പൊ വിളിച്ചു ചോദിക്കാം, അപ്പൊ ടീച്ചർ പറയുമല്ലോ. പിന്നെ SFIക്കാരനായ ഞാൻ എന്തിന് ആ പ്രസിഡന്റായ സ്ഥലത്തേക്ക് പോയി എന്ന് നിങ്ങൾ ചോദിച്ചു. അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. KSUക്കാർ ചിലപ്പോൾ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി അട്ടത്തൊളിക്കും. പക്ഷെ SFIക്കാർ അങ്ങനെയല്ല. വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടും. വിഷയങ്ങൾ ഉണ്ടാവും. ഒരു സംശയം ചോദിച്ചോട്ടെ, ഞാൻ അവസാനിപ്പിക്കാം. ഒരു സംശയം ചോദിച്ചോട്ടെ. ഹോസ്റ്റലിനകത്തുള്ള വിദ്യാർത്ഥികൾ പോലീസ് അനധികൃതമായി ക്യാമ്പസിനകത്തേക്ക് കയറിയപ്പോ എന്തുകൊണ്ടാണ് ഇവിടുത്തെ KSU നേതാക്കന്മാരെ വിളിക്കാതെ SFIക്കാരെ വിളിച്ചത്? എന്തുകൊണ്ടാണ് വിളിച്ചത്? അവർക്ക് ഞങ്ങളുടെ മേൽ വിശ്വാസമുണ്ട്. ഞങ്ങളോട് എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങളുടെ റൂമിനകത്ത് പോലീസ് കയറി നിരങ്ങുന്നു, നിങ്ങൾ ഇടപെടണം. സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തമുള്ള SFI പ്രവർത്തകൻ ഈ ക്യാമ്പസിനകത്തെ SFI യൂണിറ്റ് സെക്രട്ടറി എന്ന രീതിയിൽ എനിക്ക് ഇടപെടേണ്ടി വരും. ഞാൻ പോയി ചോദിച്ചു, എന്താ വിഷയം ഉണ്ടായത്? ഇനി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്റെ ഭാഗം മാത്രമേ ഈ മീഡിയയിൽ വന്നിട്ടുള്ളൂ. ടീച്ചർ പറഞ്ഞ തോന്നിയാസം, ടീച്ചർ ഈ ക്യാമ്പസിലെ ഓരോ കുട്ടിയെയും പെൺകുട്ടികളുടെ അടക്കം അന്ന് മാധ്യമത്തിന്റെ മുന്നിൽ വെച്ചിട്ട് അത്ര മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച ഒരു പരിധി വിട്ടപ്പോഴാണ് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത്. ആ വിഷ്വൽ മുഴുവൻ എടുക്ക്. അപ്പൊ മനസ്സിലാവും ടീച്ചർ ഏത് രീതിയിലാണ് മഹാരാജാസിനെയും SFIയെയും ആ റൂമിനകത്ത് നിന്നിട്ടുള്ള കുട്ടികളെയും ക്രിമിനൽസ് എന്നാ വിളിച്ചത്. ഈ ക്യാമ്പസിനകത്ത് പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ ഗുണ്ടകളാണെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ ഒരു SFIക്കാരന് പറ്റില്ല. എന്റെ സുഹൃത്ത് അത് മനസ്സിലായിക്കോ. കുട്ടികൾ മുഴുവൻ എന്ന് പറയില്ല സുഹൃത്ത്. ഞാനിതില് താങ്കൾ ഈ കൈ ഉയർത്തി സംസാരിച്ച് പിറ്റേ ദിവസം ക്യാബിനിൽ പോയി സംസാരിച്ചു. താങ്കൾക്കെതിരെ സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക് പ്രിൻസിപ്പൽ കൊടുത്ത പരാതിയുടെ കോപ്പിയാണത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അത് താങ്കൾ പറഞ്ഞത്. അപ്പോ ആ വിഷയത്തിൽ പ്രിൻസിപ്പൽ നടത്തിയ ഇടപെടൽ ഇവിടെ പറഞ്ഞതാണ്. ഇനി രണ്ടാമത്, ഞാനും ഈ മഹാരാജാസ് കോളേജിൽ പഠിച്ചതാണ്. SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ താങ്കൾ ഈ പറഞ്ഞ വല്യോട്ടൻ മനോഭാവവും സദാചാരവാദവും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ SFI നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുണ്ട്. കൃത്യമായി ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ സംരക്ഷകരാവുന്നു എന്നുള്ളത്. SFI നടത്തുന്ന സംരക്ഷണത്തിൽ ഇവിടെ അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗം കൂടി കേരളത്തിലെ ക്യാമ്പസുകളിലുണ്ട്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചില്ലേ അക്രമത്തെ കുറിച്ച്. പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലിനെതിരെ നടന്ന വിഷയം, തൃശ്ശൂർ ലോ കോളേജിലെ പ്രിൻസിപ്പലിനെതിരെ നടന്ന വിഷയം, കേരള സർവകലാശാലയിൽ ഈ അടുത്ത ഡീൻ അവിടെ മാനസികമായി പീഡനം നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെയെല്ലാം ഒരു സ്ഥലത്ത് SFI എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ്. മാരകായുധം സൂക്ഷിച്ചവരെ ക്രിമിനലുകൾ പ്രിൻസിപ്പൽ അല്ല പൊതുസമൂഹം വിളിക്കുന്ന അങ്ങനെയാണ് എന്ന് സുഹൃത്ത് മനസ്സിലാക്കുന്നല്ല. ഞങ്ങളാണെങ്കിലും അങ്ങനെ വിളിക്കുന്നു. ഞാനിവിടെ പഠിച്ച ആളാണ്. ഈ ചരിത്രം പറഞ്ഞില്ലേ, ചരിത്രം പറയണമെങ്കിൽ ഒരു കാര്യം കൂടി പറയണം. ഈ ഇരിക്കുന്ന ചെയ്ത് അജ്മൽ എന്ന് പറയുന്ന വ്യക്തി മഹാരാജാസ് കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. യൂണിയനിൽ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ അഴിമതി ആരോപണത്തിന്റെ പേരിൽ രാജിവെച്ച ഒരു ചെയർമാനാണ്. ചരിത്രം പറയണമെങ്കിൽ ആ ചരിത്രം നമുക്ക് പറയേണ്ടി വരും. അതിലൊന്നും കാര്യമില്ല. മെക്സിക്കൻ അപരാധം ഒരു സിനിമയുണ്ടായി. ചരിത്രം എത്ര വളച്ചൊടിച്ചാലും സത്യമല്ലായിരിക്കത്തില്ല. അത് SFI നേരിട്ട സംഘർഷമൊന്നുമല്ല, ഒരു പാവപ്പെട്ട ഒരു KSU നേതാവ് നേരിട്ട ഒരു അനുഭവവും പീഡനവുമാണ്. ആ സിനിമ മുഴുവൻ ഒരു KSUക്കാരന്റെ കഥയാണ്. ചരിത്രത്തെ വളച്ചൊടിച്ചു കഴിഞ്ഞാൽ ചരിത്രം മഹാരാജ് കോളേജാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ SFIക്കാരൻ നേരിട്ട പീഡനങ്ങളെല്ലാം KSUക്കാരൻ നേരിട്ട
നേരിട്ടതാണ്. അല്ലെന്ന് SFIയുടെ ഇവിടുത്തെ നേതാവിനെ പറയാൻ സാധിക്കൂ? ചരിത്രം പറയുമ്പോ ഒരുപാട് ചരിത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരും. വസ്തുതകൾ സംസാരിക്കട്ടെ. 2017 പോലീസ് സ്റ്റേഷനിൽ, എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്ര കേസുകൾ മഹാരാജാസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്? 2017 ജനുവരിയിൽ ഒരു INTUCയുടെയും KSUവിന്റെയും പ്രതിഷേധ പ്രകടനം ഈ മഹാരാജാസിന്റെ മുമ്പിൽ കൂടെ കടന്നുപോയപ്പോ ഇതിനകത്തുള്ള വിദ്യാർത്ഥികൾ കല്ലെറിഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് അകത്ത് കയറി ഇവിടെ തോന്നിയാസം കാണിച്ചതാരാണ്? അപ്പൊ വസ്തുതകളായിട്ട് ഞങ്ങളുടെ ഒരു നിമിഷം ഞങ്ങളുടെ നിലപാട് പറയാം. ക്യാമ്പസുകൾ അക്രമരഹിതമായി മുന്നോട്ട് പോകണം. നിങ്ങളുടെ ആളുകളും ആക്രമിക്കപ്പെടാൻ പാടില്ല, ഞങ്ങളുടെ ആളുകളും ആക്രമിക്കപ്പെടാൻ പാടില്ല. അക്രമങ്ങൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല. ഇതാണ് SFIയുടെ നിലപാട്. അതുകൊണ്ടാണ് സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. ആയുധങ്ങളുടെ ദൃശ്യങ്ങൾ കാണാം, നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും. ഇത് ക്യാമ്പസിൽ ഉപയോഗിക്കപ്പെടുന്നതാണോ എന്ന് നേരിട്ട് പറയേണ്ടത് നിങ്ങളാണ്. പറഞ്ഞോ, ഇത് കണ്ടോ? ഇതൊക്കെ കണ്ടതാണോ നിങ്ങൾ? ശരി, കണ്ടല്ലോ. പറഞ്ഞോ ഓരോരുത്തരായിട്ട് പറഞ്ഞോ. ആക്രമണം എന്ന് പറഞ്ഞില്ലേ? ഇല്ല, അത് ഇതിനകത്തേക്ക് വാ. ഞങ്ങളിവിടെ പിരിവ് നടത്തിക്കൊണ്ടിരിക്കണായിരുന്നു ജനുവരി 28-ാം തീയതി. അന്ന് KSU പ്രവർത്തകരുടെ മാർച്ച് വന്നു. കലോത്സവത്തിന് പിരിച്ചുകൊണ്ടിരുന്ന എന്നെ അടക്കമുള്ള വിദ്യാർത്ഥികളെ ഇതിന് മുമ്പിൽ വെച്ച് തല്ലിച്ചതക്കുന്ന ദൃശ്യങ്ങളാണിത്. അതിനുശേഷം അവിടുത്തെ ഗേറ്റ് തല്ലിപ്പൊളിച്ച് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് കോളേജിലെ OSCയുടെ ബിൽഡിങ്ങും ലൈബ്രറിയുടെ ബിൽഡിങ്ങും ഉൾപ്പെടെ തല്ലിപ്പൊളിക്കുന്ന അവസ്ഥയുണ്ടായി. നാടകോത്സവത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുന്ന അവസ്ഥയുണ്ടായി. NCC ഓഫീസ് തല്ലിപ്പൊളിച്ചു. പറഞ്ഞു തീരട്ടെ. അതിന്റെ വീഡിയോ ആ കേസ് ജനുവരി 28-ാം തീയതി നടത്ത അക്രമത്തിന്റെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. KSU INTUC മാർച്ച് സ്ട്രൈക്ക് അറ്റ് മഹാരാജാസ് കോളേജ് എന്ന് സെർച്ച് ചെയ്താൽ ആദ്യമായി ആ മാർച്ച് എന്തിനു നടന്നുവെന്ന് ഈ ആരോപണം ഉന്നയിച്ചവർ പറയണം. ഈ മാർച്ച് നടന്നത് എറണാകുളം ലോ കോളേജിലെ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് അടക്കമുള്ളവര് അവിടെ SFIയുടെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായതിനെ തുടർന്ന് ഗാന്ധി സ്ക്വയറിൽ നിന്ന് IG ഓഫീസിലേക്ക് നടന്ന മാർച്ചാണത്. അന്ന് അവിടെ മർദ്ദിപ്പിക്കുന്നതിന്റെ കൃത്യമായ ദൃശ്യങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് സുഹൃത്തെ. അപ്പൊ അതുകൊണ്ട് താങ്കൾ ദൃശ്യം കാണിച്ച് ആരും ഭയപ്പെടുന്നത്. രണ്ടാമത് അതിനെതിരെ കല്ലെറിഞ്ഞു. വൈപ്പിനിൽ നിന്ന് വന്ന ഞങ്ങളുടെ സഹോദരിമാർക്ക് വരെ കല്ലെറിഞ്ഞു. അല്ല, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, അക്രമം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. ലോ കോളേജിൽ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായെങ്കിൽ തിരിച്ച് അതേ രീതിയിൽ നിങ്ങൾ ചെയ്യുകയല്ല വേണ്ടത്. അത് ഇല്ലാതാക്കാനുള്ള സമീപനം സ്വീകരിക്കണം, സംയമനം പാലിക്കണം. അതാണ് നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടില്ല. അത് നിങ്ങൾ സംസാരിച്ച് ഞാൻ അംഗീകരിക്കുന്നില്ല. പറയേണ്ട ബാധ്യത എനിക്കില്ലേ? അജ്മൽ ഇപ്പൊ ഈ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഒന്ന് ഇനി അജ്മൽ അറിയാത്ത ചില കഥകൾ പറയാ. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും അറിയാത്ത. നിങ്ങൾ ഈ മാർച്ച് എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ച് യൂണിയൻ ഓഫീസ് അടക്കം NCC ഓഫീസ്, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഓഫീസ് എല്ലാം അടിച്ചു പൊളിച്ചു. കലോത്സവത്തിന്റെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞ പെൺകുട്ടികളടക്കം അഡ്മിറ്റ് ആയതിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ജനറൽ ഹോസ്പിറ്റലിലാണ്. ഇനി ഒരു കാര്യം പറയാം, നിങ്ങളുടെ മാന്യത ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ കുട്ടികൾ കഷ്ടപ്പെട്ട് റോഡിൽ ഇറങ്ങി പിരിച്ച 12,500 രൂപ യൂണിയൻ ഓഫീസിൽ നിന്ന് മാർച്ച് എന്ന് പറഞ്ഞ് കട്ടോണ്ട് പോയില്ലേ? ഈ വിഷയങ്ങൾ മഹാരാജാസ് കോളേജിലെ നിരന്തരമായി SFI കാലാകാലങ്ങളിൽ ഉയർത്തുന്ന ആരോപണ ക്ലേശ തന്നെയാണ്. അതുകൊണ്ട് താങ്കൾ അതിനെ നിരത്തി ന്യായീകരിക്കേണ്ട ആവശ്യകതയില്ല. ഈ വിഷയത്തെ കുറിച്ച് പിന്നെ നമ്മളിവിടെ സംസാരിക്കുന്ന വീഡിയോ കുറിച്ചല്ല, ഇവിടെ മഹാരാജാസ് കോളേജിൽ കൃത്യമായ മറുപടി പറയാനുള്ള അവസരം നൽകണം. താങ്കൾ അതിനെതിരെ ആക്രോശിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ മറുപടി പറയും? ഷിയാസ് ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്, പറഞ്ഞോ. ഞങ്ങളെ പോലുള്ള ആളുകളും ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഓഫീസ് തല്ലിപ്പൊളിച്ച് SFI പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പോലുള്ള ആളുകളും മുൻകാലങ്ങളിൽ പഠിച്ച് ഞങ്ങളുടെ കയ്യിലുണ്ട്. രാഷ്ട്രീയ വിദ്യാഭ്യാസം ചെയ്ത ആളുകളാണ്. ഞാൻ 2000-2002 ഇവിടെ MA പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായിരുന്നു. അന്ന് ഇതിനേക്കാൾ രൂക്ഷമായ അക്രമങ്ങളും അക്രമ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കലാലയത്തിൽ
രാഷ്ട്രീയ പ്രവർത്തനം സർഗാത്മകമാകണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. ഞാനൊരു 4ാമത്തെ ക്യാമ്പസിലാണ് ഈ കോളേജിൽ പഠിച്ചിരുന്നത്. നിൽക്കൂ, ഇവിടെ യൂണിയൻ ഓഫീസിൽ ഇടിമുറിയുണ്ട്, ഇവിടെ നിശബ്ദ വരാന്തയുണ്ട്. നിങ്ങളുടെ കാലഘട്ടത്തിൽ 1980 ആ കാലഘട്ടത്തിൽ ഇവിടെ യൂണിയൻ ഓഫീസ് ഇപ്പൊ ഇരിക്കുന്ന യൂണിയൻ ഓഫീസല്ല, ഇന്ന് മഹാരാജാസ് കോളേജിന്റെ ലൈബ്രറി ആയിട്ടുള്ള ഓഫീസാണ് യൂണിയൻ ഓഫീസ്. ആ യൂണിയൻ ഓഫീസിൽ ഇടിമുറിയുണ്ട്. യൂണിയൻ ഓഫീസിൽ SFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു ഡീലിംഗ് കമ്മിറ്റി ഉണ്ട്. പുതിയ വിദ്യാർത്ഥികളെ, മറ്റുള്ള ഇതര സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികളെ ക്യാമ്പസുകളിൽ തെരഞ്ഞുപിടിച്ച് അവർ ആദ്യം ഭീഷണിപ്പെടുത്തും. വഴങ്ങിയില്ലെങ്കിൽ അവരെ കുട്ടികൾ കാണാതെ, അധ്യാപകർ കാണാതെ ക്ലാസ്സുകളിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് യൂണിയൻ ഓഫീസിൽ കൊണ്ടുവന്ന് ആ ഡാർക്ക് റൂമിനകത്ത് കയറ്റി അവരെ ആക്രമിക്കുന്ന ഒരു ചരിത്രം ഈ മഹാരാജാസ് കോളേജിലെ SFIക്കാർക്ക് മുൻപുണ്ടായിരുന്നു. ഇപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ എറണാകുളം ഗവൺമെന്റ് മഹാരാജാസ് കോളേജിലെ ഒരു ഹോസ്റ്റലുണ്ട്, MCRV ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റൽ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ആ ഹോസ്റ്റൽ ഇതിന്റെ ഒരു ഭാഗമാണ്. ആ ഹോസ്റ്റലിനകത്ത് നടക്കാത്ത അക്രമങ്ങളും ആഭാസതരങ്ങളുമില്ല. ആ ഹോസ്റ്റൽ ഇന്ന് അടച്ചിട്ടിരിക്കുന്നു. ആ ഹോസ്റ്റലിന് പകരമാണ് കുട്ടികൾക്ക് താമസിക്കുവാൻ ഇവിടെ അധ്യാപകരുടെ ഹോസ്റ്റലിനോട് ചേർന്ന് 2 മുറികൾ കൊടുത്തത്. അവിടെയാണ് വർത്തമാനകാലം പറഞ്ഞിട്ട് ഞാൻ ഭൂതകാലത്തിലേക്ക് പെട്ടെന്ന് വരാം. എല്ലാം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒന്ന്, ഈ മഹാരാജാസ് കോളേജിൽ പ്രശ്നം തുടങ്ങുന്നത് 2 വർഷമല്ലേ ആയുള്ളൂ. ഈ പ്രിൻസിപ്പൾ വന്നതിന് ശേഷമല്ലേ. ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായതിനു ശേഷമല്ലേ. ഇതിക്ക് മുമ്പ് എത്ര പ്രിൻസിപ്പൾ ഇവിടെ വന്നു? ഒന്ന്, ഈ കോളേജിൻ്റെ ഘടന അനുസരിച്ച് ഒരു കെട്ടിടം പണിയുന്നതിന് പ്രത്യേക സംവിധാനമുണ്ട്. അതിനനുസരിച്ച് അല്ലാണ്ട് ചെയ്യാൻ പാടില്ല. ഈ പ്രിൻസിപ്പൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഓർഡർ കൊടുത്ത് ഈ പറയുന്ന ഓഡിറ്റോറിയത്തിൻ്റെ പാർക്കിംഗ് സ്പേസിൽ കൊണ്ടുപോയിട്ടൊരു കെട്ടിടം പണിയാൻ. ആ കെട്ടിടം പണിയാനായിട്ട് ഏത് മാനദണ്ഡം വെച്ച് കൊടുത്തു? അത് ഗവൺമെൻറ് ഇടപെട്ട് ക്യാൻസൽ ചെയ്തു. അറിയോ? രണ്ടാമത്, കുട്ടികളിങ്ങനെ കുഞ്ഞു കുട്ടികൾ അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ അവരെ ഡോക്ടറെ കാണിക്കുക, അസുഖം എന്താണെന്ന് നോക്കണം. ഈ കുട്ടികൾ ഇത്ര അസ്വസ്ഥമാണ്. ഞാൻ KSUവിനെ SFIയെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ 2 കുട്ടികൾ അസ്വസ്ഥമാകാനുള്ള കാരണം ഈ 2 കുട്ടികളും തമ്മിലടുപ്പിക്കുകയാണ് പ്രിൻസിപ്പൾ അടക്കമുള്ള കുറേ ആൾക്കാർ. ഞാൻ വ്യക്തിപരമായിട്ട് പ്രിൻസിപ്പളെ ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നതല്ല. കാരണം ഇവിടെ പ്രശ്നം ഉണ്ടാകുന്ന 2 വർഷമേ ഉള്ളൂ. കുട്ടികളെ പഠിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ വടിയെടുത്ത് തല്ലിയെടുത്ത് പഠിപ്പിക്കുകയല്ല വേണ്ടത്. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഈ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ കുറച്ച് അധ്യാപകർക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് SFIക്കാരും KSUക്കാരും തമ്മിലടിപ്പിക്കുക. എന്നിട്ട് കുറേ സമാധാന സമിതി ഉണ്ടാക്കുക, പഴയ വിദ്യാഭ്യാസ സംരക്ഷണ സമിതി. ഇതിന് കൂട്ടി വായിക്കേണ്ടത് ജിഷ്ണുവിൻ്റെ ആത്മഹത്യ, അതുപോലെ ഈ പറയുന്ന ടോംസ് കോളേജിൻ്റെ സംഭവം അറിയാമല്ലോ. ഇതിനെല്ലാം പുതിയ ഇതിനെ കുറിച്ച് ഞാൻ പറയാം. ആയുധ സംഭരണശാല ഏത് കുട്ടിയെ കൊണ്ട്, ഏത് KSUക്കാരനെ കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ടുണ്ട് പറ? ഏത് മുറിയിലിട്ട് എപ്പോൾ ഇടിച്ചു പറ? മറ്റൊന്ന്, CTTUവിൻ്റെ ഗുണ്ടകള് എരച്ച് കയർത്ത് ഇവിടെ കൊണ്ട് കയറി വരും ഈ ക്യാമ്പസിന്റെ ഈ പറയുന്ന കവാടത്തിലൂടെ. അന്ന് അതിനെ റെസിസ്റ്റ് ചെയ്താണ് SFI. SFIയുടെ കയ്യിൽ വടിയും ഒന്നും ഞങ്ങൾ തോക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ വടി ഉപയോഗിച്ചിട്ടുണ്ട്, പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ആര്? ആത്മ സംരക്ഷണത്തിന് വേണ്ടി, സെൽഫ് ഡിഫൻസിന് വേണ്ടി. ഞങ്ങൾ നിഷേധിക്കുന്നില്ല. താങ്കൾ മഹാരാജാസിൽ പഠിച്ച ആളാണോ? ഏതാണ്? ഈ മഹാരാജാസ് കോളേജിലാണോ താങ്കൾ പഠിച്ചത്? എന്നെ പ്രിൻസിപ്പൾ എന്തിനാണ് ചർച്ചയ്ക്ക് വിളിച്ചത് മഹാരാജാസ് കോളേജിൽ? ആ പ്രിൻസിപ്പളോട് ചോദിച്ചു പറഞ്ഞു. താങ്കൾ അതിനൊരു മറുപടി പറയൂ. താങ്കൾ മഹാരാജാസ് കോളേജിൽ പഠിച്ച ഒരാളാണോ എന്നുള്ളതിന് മറുപടി പറയൂ. നിങ്ങൾ കേൾക്കൂ. ഈ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് എന്നോട് പറയാണ്, ബ്രിട്ടോ പോയിട്ട് സമാധാന ചർച്ചയ്ക്ക് പോകണ മഹാരാജാസ് കോളേജിന്റെ. ഞാൻ പറഞ്ഞു, ഞാൻ SFIയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ്. ഞാൻ എറണാകുളം ലോ കോളേജിൽ പഠിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്തിനു വരണം? അല്ല, പോയേ പറ്റൂ. ഒരു അധ്യാപകൻ പറയുമ്പോൾ നമ്മൾ കേൾക്കും. അതാണ് നമ്മളുടെ ഒരു കൾച്ചർ. ഞാൻ ചെന്നപ്പോൾ SFIയും KSUവും. ഞാൻ സത്യം പറയണേന്ന്. അവിടെ ഞാൻ നുണ പറയുകയല്ല. അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ജെയിംസ് ജോർജ്, വിളിച്ചു ചോദിക്കൂ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് KSUക്കാർ കാലുമേ കാലും കയറ്റിയിരിക്കുന്നു. പോട്ടെ, ഞാൻ അതൊക്കെ വിട്ടേക്ക്. ഞാൻ ഇപ്പോഴവരെ ഞാൻ ഒന്നും ചീത്ത വിളിക്കുന്നില്ല. ഒരു പ്രപ്പോസൽ വെച്ചു, ഏതെങ്കിലും SFI പ്രവർത്തകനും മഹാരാജാസ് കോളേജിലും മാരകായുധങ്ങളുമായിട്ട് വന്നാൽ KSUക്കാർ നിങ്ങൾക്ക് പോലീസിനെ പറഞ്ഞു കൊടുത്ത് പിടിപ്പിക്കാം. അതുപോലെ SFIക്കും അവകാശം കിട്ടണം. ചർച്ച ചെയ്ത് തീരുമാനിച്ചില്ല. അങ്ങനെ എനിക്ക് കുത്തോളം അറിയാലോ. താങ്കളെ കുത്തിയത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചല്ലോ, കോളേജിൽ വെച്ചല്ലോ. താങ്കൾ അതും കൂടി ഒന്ന് വ്യക്തമാക്കണം. ഉണ്ടായിരുന്നു പറഞ്ഞുതരാം. കളിലെ വലിയ തോതിൽ KSUവിന്റെ അതിക്രമം SFIക്കാർക്ക് നേരെ ഉണ്ടായി.
90കളിൽ എന്താണ് സംഭവിക്കുന്നത്? SFIക്ക് സ്വാധീനമുണ്ടാകുന്നു, SFI ഇതേ നയം തന്നെ ആവർത്തിക്കുന്നു. ഇങ്ങനെ പോയാൽ ഇപ്പോ യൂണിവേഴ്സിറ്റി കോളേജ്, MG കോളേജ്, മഹാരാജാസ് കോളേജ് മനസ്സിലായി. ഉത്തരം പറഞ്ഞുതരാം. അതായത് KSUവിന്റെ ഒരു ചെയർമാനെ തെരഞ്ഞെടുത്തത് SFIയുടെ ഈ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നല്ലേ? ഇവിടെ KSU വിജയിച്ചിട്ടില്ലേ? SFIക്കാരൻ ഇവിടെ കത്തിക്ക് കുത്തുകൊണ്ടില്ലേ ഇവിടെ അല്ലേ? പിള്ളേരെ പറയൂ. അത് KSUക്കാരൻ പറയാൻ മതി, SFIക്കാരൻ പറയണ്ട. SFIക്കാരൻ ഞാൻ പറയുന്നത് ഇപ്പോഴും മക്കളെ, നിങ്ങൾ തമ്മിലടിക്കരുത്. നിങ്ങൾ തമ്മിലടിക്കുന്നത് പഠിക്കാൻ വരുന്നവരാ. നിങ്ങൾ തമ്മിലടിക്കരുത്. പക്ഷേ ഈ സമൂഹത്തിൽ നിങ്ങൾ തമ്മിലടിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഞങ്ങൾ പണ്ട് അടിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടിയും കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം കൂടിയിരുന്ന് ഞങ്ങൾ KSU SFI വർത്തമാനം പറഞ്ഞിരിക്കും. അറിയോ? ആ കൾച്ചർ നിങ്ങൾക്കുണ്ടോ? പിന്നെ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. മറുപടി അതിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി സമരം നടത്തിയിട്ടുണ്ട്. അറിയോ? മറുപടി എനിക്ക് പറയാൻ തരണം. ഒന്ന്, താങ്കൾ എറണാകുളം ലോ കോളേജിലാണ് പഠിച്ചത് എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പിന്നെ രണ്ടാമത്, താങ്കൾ ചോദിച്ച ഇര, ഞാൻ അതിനൊരു ഇരയാണ് സാർ. ഈ ക്യാമ്പസിലെ കോളേജ് യൂണിയൻ ചെയർമാനായിരിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കരിക്കാൻ പോയപ്പോൾ ക്യാമ്പസിന് എവിടെയോ നടന്നൊരു തർക്കത്തിനെ തുടർന്ന് ഈ ക്യാമ്പസിലെ കെമിസ്ട്രി ലാബിൻ്റെ വെള്ളം കുടിക്കുന്ന വാട്ടർ കൂളറിൻ്റെ അടിയിലിട്ട് 10-30ഓളം വരുന്ന വിദ്യാർത്ഥികൾ ചവിട്ടി പൊളിച്ച മുതുകാണെൻ്റെത്. ഞാൻ അത് വ്യക്തമാക്കുന്നു. രണ്ടാമത്, താങ്കൾ പറഞ്ഞ അനുഭവം കൊണ്ട് മഹാരാജാസിൽ ഇങ്ങനെ ആവരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് അക്രമാവർ. വേറൊരു കാര്യം അജ്മലെ, ഇര അജ്മല് മാത്രല്ല, 112 സ്റ്റിച്ചുള്ള ബാലു പ്രദീപ് SFIയുടെ യൂണിറ്റ്. അല്ല, അജ്മല് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. അജ്മല് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഇതാണ് ഒരാൾ സംസാരിക്കുമ്പോ മറ്റൊരാൾ ഇടപെടുന്നത്. ജനാധിപത്യ സ്വഭാവം വേണമല്ലോ ചർച്ചയ്ക്ക്. ബാലു പ്രദീപ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ഇരകൾ അപ്പുറത്തും ഇപ്പുറത്തും കാണിക്കാനുണ്ടാവും. ഞങ്ങൾ പറഞ്ഞല്ലോ 112 സ്റ്റിച്ച് എങ്ങനെയാ വന്നത്? ചുമ്മാ അദ്ദേഹം തന്നെ മറ്റേ കത്തിയെടുത്ത് കുത്തിയല്ലോ. നിങ്ങളുടെ പ്രവർത്തകർ, നിങ്ങളുടെ ആളുകളല്ലേ അത് അങ്ങനെ ചെയ്തത്? അങ്ങനെ എത്ര ദിവസം ആ വിദ്യാർത്ഥി അവിടെ ഹോസ്പിറ്റലിൽ താമസിച്ചു, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. ഒരു നോയമ്പ് കാലത്ത് മഹാരാജാസ് കോളേജിലെ ഒരു KSU പ്രവർത്തകനെ മൂത്രം കുടിപ്പിച്ച പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് SFI. അൻഷാദ് ഈ കസേര അൻഷാദ് പോയി. അൻഷാദ് ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കണം. ഒരു നോമ്പുകാരനായ വിദ്യാർത്ഥിയെ മൂത്രം കുടിപ്പിച്ചു. അതില് ഇദ്ദേഹം പറഞ്ഞോട്ടെ എല്ലാ ഭാഗങ്ങളും. ഇവിടെ ഇത്തരത്തിലൊരു ചർച്ച നടക്കുമ്പോൾ KSUവിന്റെ നേതാക്കന്മാർ ചെയ്യുന്നത് ജുമാ, നോമ്പ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മതവികാരത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. നടന്ന കാര്യം പറയുന്നതിന് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യകതയില്ല. അത് തന്നെയാണ് കുരിശു പൊളിച്ചപ്പോൾ നിങ്ങളുടെ മുതിർന്ന നേതാവും ചെയ്തത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് അജ്മലിനോടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മഹാരാജാസിനെ കുറിച്ച് ഇവർ വലിയ തോതിൽ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും SFI അക്രമം അഴിച്ചുവിടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വളരെ വലിയ തോതിലുള്ള ചർച്ച കേരള സമൂഹത്തിനകത്ത് നടത്തുന്നുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ നമ്മുടെ ഈ കോട്ടയം ജില്ലയിലുള്ള MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ജന്മന ഒരു കൈ മാത്രമുള്ള സച്ചു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ അവശേഷിക്കുന്ന ഒരു കൈ വെട്ടിമാറ്റിയ ആളുകളല്ലേ നിങ്ങൾ KSUക്കാര്? അത് കൊട്ടേഷൻ സംഘത്തിൽ മറുപടി പറയാൻ അവസരമുണ്ടോ? ഇതില് ഇവിടെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, അവിടെ പറഞ്ഞതുപോലെ ഹബീബ് റഹ്മാനെ പോലെയുള്ള വിദ്യാർത്ഥികൾ, ബിലാലിനെ പോലെ എന്റെ കാലഘട്ടത്തിൽ കാല് തല്ലി ഓടിക്കപ്പെട്ട KSUവിന്റെ ഭാരവാഹികൾ, അവിടെ ഒരു സച്ചു ആക്രമിക്കപ്പെട്ട ജനീഷ് എന്ന് പറയുന്ന KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് തൃശ്ശൂര് ക്യാമ്പസിനകത്ത് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കയറി തലതല്ലി പൊളിച്ച ചരിത്രം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരളത്തിന്റെ മണ്ണിൽ നടന്നത് എന്നുള്ളത്. അക്രമത്തെ ഒരിക്കലും അക്രമം കൊണ്ട് ന്യായീകരിക്കുന്നതല്ല, വ്യക്തമാക്കാൻ വേണ്ടി മാത്രം ഈ അവസരം ഉപയോഗിച്ചതാണ്. ദീർഘകാലത്തെ ഒരു SFI മേധാവിത്വത്തിന് ശേഷം KSUവിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് താങ്കൾ. തന്നെ രാജിവെക്കുകയും ചെയ്തു. എന്തിനായിരുന്നത്? നിൽക്കു പറയട്ടെ. അഭിപ്രായ വ്യത്യാസങ്ങളായി വരുമ്പോൾ പ്രതിഷേധ രൂപേണ ചെയ്യേണ്ട പ്രവർത്തനമായി മാത്രമാണ് ആ പ്രവർത്തനം നടന്നത് എന്ന് വ്യക്തമാക്കാം. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലുപരി ചുമതലകളിലിരുന്ന ആളുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഞാൻ അത് ചെയ്തു. ശരി ജയേന്ദ്രൻ, PT തോമസ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഒരു ക്യാമ്പസിന് യോജിച്ചതല്ല. എങ്ങനെയാണോ മൈക്കുള്ളത് അതുപോലെ വെക്കുക. ട്രാൻസ്ജെൻഡേഴ്സിന്റെ വേഷമിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ ആകർഷിച്ച്, അതായത് സുഭാഷ് പാർക്കാണ് നേരെ മുമ്പിൽ, ഇവിടെ പോയി ട്രാൻസ്ജെൻഡേഴ്സിന്റെ വേഷമിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ ആകർഷിച്ച് ഈ കോളേജിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നു. തീവ്രവാദികളുടെ ക്യാമ്പായി മഹാരാജാസ് മാറിയിരിക്കുന്നു. രാത്രികാലത്ത് ഇവിടെ മദ്യക്കുപ്പികൾ കാണാം.
1977 കാലഘട്ടത്തിലാണ് ഞാൻ ഈ മഹാരാജാസ് കോളേജിലുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി 10-25 വർഷമായി മഹാരാജാസ് കോളേജ് പലരുടെയും കണ്ണിലെ കരടാണ്. 17.5 ഏക്കർ സ്ഥലം, 40,000-ലധികം സ്ക്വയർ ഫീറ്റ് കെട്ടിടം. മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ അതിൻ്റെ വിദ്യാർത്ഥി സംഗമവും മഹാരാജകീയവും ഒക്കെ തുടങ്ങാൻ കാരണം ഈ കലാലയം ഇവിടെ എന്നും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ്. 2000-ഓളം കുട്ടികൾക്ക് പഠിക്കാൻ ഇത്ര വിപുലമായ 17 ഏക്കർ സ്ഥലവും 40,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം വേണമോ എന്ന ചർച്ച കേരളത്തിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 25 വർഷത്തോളമായി. ഇവിടുത്തെ വിദ്യാർത്ഥികൾ സമൂഹത്തിന് മുമ്പിൽ അപഹസിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് മഹാരാജാസ് കോളേജ് ഇവിടെ ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ശക്തികളാണ്. ഹലോ, ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഇൻഫോം ചെയ്യുക എന്നുള്ളത് കോളേജ് അതോറിറ്റീസിന്റെ ഉത്തരവാദിത്തമാണ്. ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കുക എന്നുള്ളത് പോലീസാണ്. അതിന് കേസ് ചാർജ് ചെയ്യും, അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ 2 വടിയും കമ്പും ഒക്കെ ഇല്ലാത്ത ഏത് ക്യാമ്പസാണ് ഉണ്ടായിരുന്നത്? ആകാമെന്നാണ്. അല്ല, ആകാമെന്നല്ല, ആകരുത് എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നികേഷ്. ഇത് പലപ്പോഴും ആക്രമണത്തിനല്ല. ഇവിടെ എത്ര കാലമായി മഹാരാജാസിൽ SFI KSU തമ്മിൽ സംഘടന നടന്നിട്ടുണ്ടോ? വളരെ കാലങ്ങൾക്ക് മുമ്പല്ലേ ഉണ്ടായിട്ടുള്ളൂ. ചെറിയ ചെറിയ സംഘടനകൾ ഉന്തും തള്ളുമല്ലാതെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് വലിയ പ്രഹരം നടത്താവുന്ന തരത്തിലുള്ള ചെറിയ 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 സംഭവങ്ങൾ SFIക്കാർ തല്ലിയതാണ്, അല്ലാതെ ഈ ക്യാമ്പസിലെ മതിൽ തട്ടി വീഴല്ല അദ്ദേഹത്തിന്റെ തല പൊളിഞ്ഞത്. മനസ്സിലാക്കണം. അല്ലാതെ ഒരു കാര്യം കൊണ്ട് വെറുതെ ഒരു കാര്യം കൊണ്ട് മാത്രം പറയരുത്. ഇത്തരത്തിൽ വരാൻ പോകുന്ന സംഭവം അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടെ SFIയുടെ പീഡനങ്ങൾ, SFI KSU എന്തുകൊണ്ട് രാഷ്ട്രീയമായി നേരിടുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, ഒരു കാലത്ത് KSUവിന് ഒരു കാലത്ത് മഹാരാജാസ് കോളേജിലെ SFIയുടെ അപ്രമാദിത്വം കളയാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് മഹാരാജാസിൽ SFIയുടെ അപ്രമാദിത്വത്തിനെതിരായി ശബ്ദം ഉയർത്താൻ സാധിക്കുന്നില്ല? നിങ്ങൾ റെഡിയായിട്ട് എത്ര കാലമായിട്ട്? 1900 അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ചോദിക്കുന്ന കാര്യമുണ്ട്. കോൺഗ്രസുകാരോട് ചോദിച്ചാണ്, പുതുതലമുറയെ നിങ്ങൾക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ SFI എന്ന് വിളിച്ചു. പറയൂ. കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് നടന്നു UC കോളേജ്. ഞാൻ പറയാ, എറണാകുളം ജില്ലയിൽ ഇലക്ഷൻ നടക്കുന്ന 7 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഭരിക്കുന്ന SFI ആട്ടോ, ഓർമ്മിച്ചോ? വെറുതെ ഏതോ UC കോളേജിന്റെ കഥ പറയല്ലേ. കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളും ഭരിക്കുന്ന ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റിന്റെ സെക്രട്ടറിയായ R. രാജാമണി എന്ന് പറയുന്ന വേണു രാജാമണി മഹാരാജാസ് കോളേജിലെ KSUവിന്റെ ചെയർമാൻ ആയിരുന്നു. ഞാൻ ഒന്നൊരു കാര്യം പറയാം. ഒന്ന്, തോമസ് പറഞ്ഞ ആരോപണം പോരാട്ടമാണെന്നുണ്ടെങ്കിൽ SFIയെ തോൽപ്പിക്കാൻ ഇവിടുത്തെ ഒരു KSU പ്രവർത്തകന് സാധിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇവിടെ ആശയപരമായിട്ടുള്ള പോരാട്ടമല്ല. ഇവിടെ യാതൊരു ഇവരാണ് മുഴുവൻ അക്രമം അഴിച്ചുവിടുന്നത്. ഇവരാണ് ഈ ആയുധം സംഭരിക്കുന്നത്. ഇവരാണ് ഹോസ്റ്റലുകൾ പിടിച്ചെടുക്കുന്നത്. ഇവരാണ് ഡീലിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ഇവരൊക്കെയാണ് ഈ ജനാധിപത്യം പറയുകയും ഒരു ഭാഗത്ത് ജനാധിപത്യം പറയുകയും മറുഭാഗത്ത് ജനാധിപത്യ മര്യാദകളെ അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്നത് ഇവരാണ്. ബഹുമാന്യനായ സൈമൺ ബ്രിട്ടോ അവിടെ ഇരിക്കുന്നു. അദ്ദേഹം ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇതിന്റെ ഉത്തരവാദി SFI ആണ്. കാരണം അവരാണ് ഈ അക്രമത്തിന് അദ്ദേഹത്തെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത്. ഇതുപോലുള്ള രാഷ്ട്രീയം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന KSU പ്രവർത്തകരുടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ SFIയുടെ അതിക്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. ഒന്ന്, ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിരുന്നു ഞങ്ങളെല്ലാം കോളേജിൽ പഠിക്കുമ്പോൾ KSU 70കൾ മുതൽ. എങ്ങനെയാ പ്രസ്ഥാനം ഇങ്ങനെയായി? ഞാൻ നിങ്ങളെ ഇപ്പോഴും പറയുന്നത്, ഞാൻ ഭൂതകാലം ചകഞ്ഞ് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പേരെടുത്ത് പറഞ്ഞു തരാം. ഈ മഹാരാജാസ് കോളേജിൽ പാലാ ജോൺ അറിയാമല്ലോ, കത്തിപ്പോൾ സെന്റ് പോൾസ് കോളേജിൽ അറിയാമല്ലോ,
ഐസക്കിനെ മാറി കുത്തി മരിച്ചത് മുത്തുക്കോയെന്നറിയാലോ. ഒക്കെ പോട്ടെ, നമ്മൾ ഇനി എന്തിന് തമ്മിലടിക്കണം? എന്തിനാ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ആശയപരമായിട്ടുള്ള പോരാട്ടമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് 80കളിലെ കേരളത്തിലെ ക്യാമ്പസുകളെ നിയന്ത്രിച്ച് 80കളിൽ പോലും കേരളത്തിലെ ക്യാമ്പസുകളെ നിയന്ത്രിച്ചിരുന്നത് KSU ആണ്. ബ്രിട്ടോ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അപജയം? തീർച്ചയായും KSUവിന് ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. SFIയുടെ കാലഘട്ടം കടന്നു വന്നതോടുകൂടി SFIക്കാർക്കും ഒരു ജനാധിപത്യ മര്യാദ എന്നുള്ള രീതിയിൽ അവർക്കും ക്യാമ്പസുകളിൽ ഒരു ആധിപത്യം വന്നു. KSUവിന്റെ കാലഘട്ടത്തിൽ ഒരു ആധിപത്യം SFIക്കും ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളുടെ നല്ല മനസ്സാണ്. ഇതുപോലെ യൂണിവേഴ്സിറ്റി കോളേജും ഇതുപോലെ മഹാരാജാസ് കോളേജും ഗവൺമെന്റ് ലോ കോളേജുകളും ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ KSUക്കാർ അക്രമം തുടർന്നെങ്കിൽ ഒരു SFIക്കാരനും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് മുന്നോട്ട് വരുമായിരുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ അധ്യാപികയുടെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറില്ല. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. പ്രധാന അധ്യാപിക സൈമൺ ബ്രിട്ടോ വന്നപ്പോൾ പറഞ്ഞു പ്രിൻസിപ്പളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. നിങ്ങൾ പറയുന്നു പ്രിൻസിപ്പൽ പെൺകുട്ടികളുടെ അടുത്ത് മോശമായി പെരുമാറുന്നു. ആ പ്രിൻസിപ്പലിന്റെ കസേര കത്തിക്കുന്ന മര്യാദയാണോ ഇവിടുത്തെ SFIക്കാർക്കുള്ളത്? ആ മര്യാദയാണോ സൈമൺ ബ്രിട്ടോ ന്യായീകരിക്കുന്നത്? ചോദ്യം മാത്രമേ ഞങ്ങൾക്ക്. അദ്ദേഹം പറഞ്ഞതിലേക്ക് തന്നെ വരാം. KSUവിന് പ്രിൻസിപ്പാളിന്റെ പല നിലപാടുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് അവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇത് മഹാരാജാസുകാർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ കോളേജിനകത്ത് ഹോസ്റ്റൽ വിഷയം ഉണ്ടായി. ഈ കോളേജിനകത്ത് പെൺകുട്ടികളെ അപമാനിച്ചുകൊണ്ട് ടീച്ചർ പല രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കി. അറ്റൻഡൻസിന്റെ വിഷയം പറഞ്ഞപ്പോൾ അടുത്ത കലോത്സവത്തിൽ പങ്കെടുക്കാനില്ല എന്ന് ഇപ്പോൾ എഴുതി തന്നാൽ മാത്രം അറ്റൻഡൻസ് തരുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പല വിഷയങ്ങളും ഈ ക്യാമ്പസിൽ എണ്ണിയൊടുങ്ങാത്ത വിഷയങ്ങൾ ഉണ്ടായപ്പോൾ മരം മുറിച്ച വിഷയം, അവൻ നിൽക്കട്ടെ, കള്ളക്കേസ് കൊടുത്ത വിഷയം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു വിഷയത്തിനകത്തൊന്ന് കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിക്കാൻ KSUവിന് പറ്റുമോ? ഇവിടുത്തെ ഒരു വിഷയവും വിദ്യാർത്ഥികളുടെ വിഷയമായിരുന്നില്ല. SFIക്കാരുടെ അക്രമത്തിനും അനീതിക്കും ഒരു പ്രിൻസിപ്പൽ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളതിന്റെ പ്രതികാരമായിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ഒരു വിദ്യാർത്ഥി ഇവിടെ പരാതി കൊടുത്തിട്ടില്ല. ഏത് വിദ്യാർത്ഥിയാ പരാതി കൊടുത്തത്? ഇവിടെ പ്രിൻസിപ്പൽ പറഞ്ഞു എന്ന് പറയുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നത് ചൂട് പറ്റാനാണ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ SFIക്കാരനാണ്. ഇവിടെ പ്രിൻസിപ്പൽ അല്ല പറഞ്ഞത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പറയാൻ മറുപടിയുണ്ട്. നിങ്ങൾ മറുപടി കേൾക്കാതിരിക്കില്ലേ? ഇവിടെ നടന്ന വിഷയങ്ങളിൽ KSU കൃത്യമായ ഇടപെടലുകൾ ഓരോ വിഷയങ്ങളും നടത്തിയിട്ടുണ്ട്. ഇടപെടൽ എന്നതുകൊണ്ട് അറ്റൻഡൻസ് നൽകാത്ത പ്രിൻസിപ്പലിന്റെയും അധിക്ഷേപം നടത്തിയ പ്രിൻസിപ്പലിന്റെ കസേര ചുമന്നു ഇവിടെ കത്തിക്കലുമാണ് ഇടപെടൽ എന്ന് ആരും ന്യായീകരിക്കരുത്. അതിന് ഇടപെടലായി കരുതരുത്. മഹാരാജാസിലെ ഹോസ്റ്റലിലെ വിഷയം നടന്നു. KSU കൃത്യമായ പരാതികൾ കൊടുത്തു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് KSU പരാതികൾ കൊടുക്കുകയും KSUവിന്റെ പ്രതിനിധിയെ ജില്ലാ കളക്ടർ ചർച്ചയ്ക്ക് വിളിക്കുകയും അതിന്റെ മിനിറ്റ്സ് നിന്നും ജില്ലാ കളക്ടറെ കൈവച്ചുകൊണ്ട് നിങ്ങൾ വെറുതെ സംസാരിക്കല്ലേ? അങ്ങനെ സംസാരിക്കല്ലേ? സുഹൃത്തെ, പ്രിൻസിപ്പളെ ഇന്റർവ്യൂ ചെയ്ത ഒരു പത്രപ്രവർത്തകരെ ഞാൻ കൊണ്ടുവന്ന് വേണമെങ്കിൽ തരാം. ഇപ്പൊ ഇല്ല, വേണമെങ്കിൽ വിളിച്ചു വരുത്താം. പ്രിൻസിപ്പാളിന് അന്ന് കുട്ടികളെല്ലാം പരാതിപ്പെട്ടത് ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല അധ്യാപകര്. പ്രിൻസിപ്പാളുടെ ഇത് പറഞ്ഞപ്പോൾ അതല്ല ഇപ്പോൾ വിഷയം. കുട്ടികൾക്ക് ഡിസിപ്ലിൻ വേണം. കുട്ടികളെ പഠിപ്പിക്കണ്ടേ? ഇവിടെ റിസൾട്ട് 18% മഹാരാഷ്ട്രയിലെ റിസൾട്ട്. ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ അവർ ഈ ചർച്ചയിൽ വരാൻ അവർക്ക് സാധ്യമല്ല. അപ്പൊ അവരെ തന്നെ തുടർച്ചയായി പറയുമ്പോൾ ഉള്ള പ്രശ്നം അതിനകത്ത് ഒരു ഭാഗം തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പറയാം. ഒന്ന്, ഈ കോളേജിലേക്ക് ഇവിടെ തോമസ് ആരോപിച്ച ഒരു ആരോപണമുണ്ട്. അതായത് പുറത്ത് നിന്ന് സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുന്നു. രണ്ട്, ഇതൊരു ഭീകര പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ്. ഇവിടെ വല്ല ഇസ്ലാമിക് സ്റ്റേറ്റിലെ വല്ല ഭീകര പ്രവർത്തനം നടക്കുന്നുണ്ട്. അതായത് PT തോമസ് നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. അതാണ് ഞാനും പറയണത്. അത് പറയട്ടെ, തോമസ് പറയട്ടെ. എനിക്കൊരു സംശയം, പറയട്ടെ, ആരാണ് ഭീകരൻ? ആരാണ് ISI എന്ന് പറയല? ഇവിടെ ഇതുമായി ഭീകര സംഘടനയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത് ഏതാനും 1.5 മാസക്കാലങ്ങൾക്ക് മുമ്പ് ഈ മഹാരാജാസ് കോളേജിന്റെ ഭിത്തികളിൽ, ഇവിടെ ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് ഉപയോഗിച്ച് വൃത്തിയായി പെയിന്റ് ചെയ്തിട്ട ഭിത്തികളിൽ ഒരു പറ്റം SFI നേതാക്കന്മാർ വൃത്തികെട്ട ഭാഷയിൽ ഒരു മത നേതാവിനെ പോലും മോശമാക്കുന്ന തരത്തിലുള്ള പദപ്രയോഗം
അത് SFI യുടെ തലയിൽ ചാർത്താൻ നോക്കണ്ട. ആ നടത്തിയ SFI പ്രവർത്തകരെ SFI നേതാക്കന്മാർ അവരുടെ സംഘടനയിൽ നിന്ന് നോട്ടീസ് അടിച്ച് പുറത്താക്കിയതാണ്. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ച SFI പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരാണ്. ഇവിടെ നിരവധി കുട്ടികളെ 6 കുട്ടികളെ SFIയുടെ കസേര കത്തിയ 2 അധ്യാപകർ അവരെ പുറത്താക്കണമെന്ന് ശ്രീ ഓമൽ അലോഷ്യസ്, സന്തോഷ് പി വർഗീസ് എന്ന് പറയുന്ന 2 അധ്യാപകർ ഇവരെ കൂടെ നിന്ന് ഇവ നന്നായി പഠിക്കാൻ വരുന്ന ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്ന് പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഈ കുട്ടികളെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് ഇവിടെ അധ്യാപകർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നതിന് പ്രിൻസിപ്പളുമായുള്ള തർക്കങ്ങൾ തീർക്കുന്നതിന് സംഭവമോ അല്ലെങ്കിൽ ആയുധങ്ങളുടെ സംഭവം ഈ കോളേജ് ക്യാമ്പസിനകത്ത് നിന്ന് പുറത്തു വന്ന മറ്റു വാർത്തകൾ കൂടിയുണ്ട്. ഒരുപക്ഷെ ദൈവമായി ഒരു വിഭാഗം ആളുകൾ കാണുന്ന യേശുക്രിസ്തുവിനെ പോലും അപമാനിക്കുന്ന ചുവരെഴുത്തുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ ആരാണ്? അതൊക്കെ തന്നെയും എന്താ പറയുക, മതസൗഹാർദ്ദം തകർക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഈ പ്രിൻസിപ്പൽ ഇടപെടുകയാണ്. അതുകൊണ്ടാണോ ഇവർക്കൊക്കെ ഈ പ്രിൻസിപ്പലിനോട് ഇത്ര വിരോധം? അത് മാത്രമല്ല, ഒന്ന് ഇപ്പൊ ഓട്ടോണമസ് ആയിട്ട് മാറി. അപ്പോൾ ഓട്ടോണമസ് ആയിട്ട് മാറുമ്പോൾ അത് ഓരോരുത്തരും നാട്ടുപ്രഭുവായിട്ട് ഒരാൾ പ്രിൻസിപ്പൾ മാറരുത്. കുട്ടികൾ ഏത് കാലത്താണ് കുട്ടികളെ ചുവരെഴുത്തുകൾ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ഈ ക്യാമ്പസ് മുഴുവൻ വെള്ള പെയിന്റ് അടിച്ച് വൃത്തിയായി ഉപയോഗിക്കുമ്പോൾ ആ വൃത്തിയായ സ്ഥലത്ത് വൃത്തികേടല്ലാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദൈവത്തെ പോലും നിന്ദിക്കുന്ന തരത്തിൽ ഏത് വിദ്യാർത്ഥികൾ എന്ത് കലാസൃഷ്ടിയാണ് നടത്തുന്നത്? അതിനെയാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? അതിനെയാണോ നിങ്ങൾ ന്യായീകരിക്കുന്നത്? അത് ന്യായീകരിക്കണം CPM. അതാണ് ന്യായീകരിക്കുന്നത്. ഒരു തരത്തിൽ പോലും അത്തരം കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധി എന്നുള്ളതിൽ ഞാനാണ് പോയിരുന്നത്. അത് എഴുതിയ SFIക്കാരെ പാർട്ടി പുറത്താക്കിയതാണ്. അത്തരം മൈക്ക് ഓണാക്കാൻ ശ്രമിക്കല്ലേ? ഞാൻ കാണിച്ചു തരാം, വാർത്ത ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് പത്രം എടുത്ത് പരിശോധിച്ചു. ജില്ലാ സെക്രട്ടറി ആ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക് ദിവസത്തോളം വിദ്യാർത്ഥികൾ റിമാൻഡിൽ പോയി. ഇവിടുത്തെ പൈപ്പ് ഒടിച്ചു, ഭിത്തികൾ മോശമാക്കി. 15 ദിവസം കുട്ടികൾ റിമാൻഡിൽ പോയി. ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ചുവരെഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജ് പ്രിൻസിപ്പൽ പരാതി കൊടുത്തിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ പരാതി കൊടുത്തു. അതിന്മേൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല. ചുവരെഴുത്തുണ്ടായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, ചുവരെഴുത്ത് SFIയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മതത്തെയോ ഒരു ദൈവത്തെയോ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചുവരെഴുത്ത് ഞങ്ങൾ നടത്തിയിട്ടില്ല. ഒന്ന്. രണ്ട്, ചുവരെഴുത്ത് ഓർമ്മയുണ്ടല്ലോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താ? മറിയ പിഴച്ചുപറ്റ മകനാണ് യേശു എന്ന് എഴുതിയവരാണ് ഈ SFIക്കാർ. അത് എങ്ങനെയാണ് ശരിയാകുന്നത്? അത് എങ്ങനെയാണ് മഹാരാജാസിന്റെ ചുവരിൽ അത് കണ്ടോ? മഹാരാജാസിന്റെ ചുവരിൽ അത്തരത്തിലുള്ള കാര്യം കണ്ടോ എന്നുള്ളതാണ് ഇവരെയാണോ നിങ്ങൾ മഹാരാജാസിന്റെ ചുവരിൽ സംരക്ഷിക്കുന്നവരാണ്. ആശയം പ്രത്യക്ഷപ്പെട്ടിരുന്നോ എന്നുള്ളതാണ് ഇവിടെ ആദ്യത്തെ കാര്യം. മറുപടി പറയാം. SFI പ്രവർത്തകർ അത്തരത്തിൽ എഴുതിയിട്ടില്ല. അവരെ പുറത്താക്കിയിട്ടില്ല. അത് നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുള്ളതാണ്. അങ്ങനെ SFIക്കാരെ ചോരെഴുതിയിൽ പുറത്താക്കിയിട്ടില്ല. ഒരു SFI പ്രവർത്തകർ പുറത്താക്കിയിട്ടില്ല. കാരണം ആ ചുവരെഴുത്ത് നടത്തിയത് SFIക്കാരല്ല. അത് ആരെഴുതിയെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയാണ് ഞങ്ങൾ. അങ്ങനെ ഒരു ചുവരെഴുത്ത് കണ്ടപ്പോൾ പ്രിൻസിപ്പലിന് പരാതിപ്പെട്ടത് കോളേജ് യൂണിയൻ ചെയർമാനാണ്. അദ്ദേഹം SFI പ്രവർത്തകനാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. താങ്കൾ നേരത്തെ പറഞ്ഞു മഹാരാജ് കോളേജിലെ ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടുത്തെ ചുവരുകളെല്ലാം വൃത്തിയാക്കിയത്. ഇതുപോലെ തന്നെ ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയാണ് ഇവിടുത്തെ ജനലുകളും OS എഴുതും. അത് തല്ലി തകർത്താരാ? ഇവിടുത്തെ മാർച്ചിൽ വന്ന INTC-കാരും ഗാന്ധി പ്രതിമയിൽ നിന്ന് സമാധാനപരമായി DIG ഓഫീസിലേക്ക് പോയ മാർച്ചിന് നേരെ എറണാകുളം മഹാരാജാസ് കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്ത സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്റെ ചോദ്യം അജ്മലിനോടാണ്. പുള്ളി മഹാരാജ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഹൈബീഡൻ MLA യുടെ പേരിൽ ഫണ്ട് പിരിച്ചതിന് സംഘടന നടപടി എടുത്ത ഒരാളാണ് അജ്മൽ.
ആ പുള്ളി ഇവിടെ എസ് എഫ് ഐക്കാർ സംഘടന എടുത്തെന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് അവകാശം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കഴിഞ്ഞ വർഷം നിങ്ങൾ ഹോസ്റ്റൽ വിഷയത്തിൽ സമരം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അന്ന് ഹോസ്റ്റൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ഹോസ്റ്റലിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അത് എനിക്കറിയാം. ഈ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ. രണ്ടാമത്തെ ചോദ്യം കംപ്ലീറ്റ് മഹാരാജ് കോളേജിൽ നടന്ന വിദ്യാർത്ഥി നിലപാടുകൾക്കെതിരെ ഈ മഹാരാജ് കോളേജ് എന്ത് നടത്തി, എന്ത് ചെയ്തു? ഇവിടെ ചോദിച്ചൊരു ചോദ്യം, മിസ്റ്റർ യേശു, മറിയം പിഴച്ചുണ്ടായ തന്തയ്ക്ക് പിറക്കാത്തവനെ വങ്കന്മാർ ദൈവമെന്ന് വാഴ്ത്തി. ഇതിനു മുൻപ് ഇവിടെ നടന്ന ചർച്ചയ്ക്കും മറുപടി പറയാൻ ഇവിടെ നിൽക്കുന്ന ഒരാൾ ഞാനാണ്. എനിക്ക് അതിന് മറുപടി പറയണ്ടേ? അത് ഞാൻ പറയട്ടെ. ദൈവമാണ് വാഴ്ത്തി, അവൻ പോലും അറിയാത്തൊരു ചരിത്രവും കൊടുത്തു. ഈ ഒരു പോസ്റ്റർ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ SFI അടക്കം പറയുന്നു അത് എഴുതിയത് സാമൂഹ്യ വിരുദ്ധരാണ്. ഇവിടെ ആയുധങ്ങൾ പിടിക്കപ്പെട്ടപ്പോൾ SFI പറയുന്നു അതിന്റെ പുറകിൽ സാമൂഹ്യ വിരുദ്ധരാണ്. KSU പറയുന്നത് മഹാരാജിന് അകത്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നാണ്. ഇവർ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ പറയും സാമൂഹ്യ വിരുദ്ധരാണ്. പിന്നെ ഇവിടെ ഗ്ലാസ് തല്ലിപ്പൊളിച്ചത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടിട്ട് ആ സുഹൃത്തെ അത് നന്നാക്കി കൊടുത്തത്. അതുകൊണ്ട് മാന്യതയുടെ വർത്താനമൊന്നും ഞങ്ങൾക്ക് പറയണ്ട. കല്ല് തിരിച്ചറിഞ്ഞപ്പോൾ പൊട്ടിയ ഗ്ലാസ് മാറ്റി കൊടുക്കാനുള്ള മാന്യത ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുണ്ട്. പിന്നെ ഈ കാണുന്നതാണോ മഹാരാജാസിന്റെ മുഖം? നിങ്ങൾ പറ, ഒരു ഗവൺമെന്റ് കോളേജാണിത്. ഒരു കോളേജിന്റെ ഈ വാചകങ്ങൾ മായ്ക്കാൻ അപ്രമാദിത്വത്തിന് തെളിവല്ലേ? അജ്മലിന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വരാം. ഇവിടെ ഇങ്ങനെ SFI എന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ ക്യാമ്പസിലെ ബഹുഭൂരിഭാഗം വിദ്യാർത്ഥികളും SFIക്കൊപ്പമാണ്. അത് കഴിഞ്ഞ യൂണിയൻ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ആയിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. തൊട്ടുപുറകിലെ പോസ്റ്ററുകൾ പരിശോധിക്കാം. ഇത്തരത്തിലുള്ള അജ്മൽ നിൽക്കുന്നതിന്റെ തൊട്ടുപുറകിലുള്ള പോസ്റ്ററുകൾ പരിശോധിക്കണം. ഞങ്ങൾ ഫാസിസ്റ്റുകളാണോ ജനാധിപത്യവാദികളാണോ എന്നുള്ളത് തൊട്ടുപുറകിലത്തെ പോസ്റ്ററുകൾ സംസാരിക്കട്ടെ. മറ്റൊന്ന് ചുമരെഴുത്തും അതുപോലെ ആയുധശേഖരം നടത്തിയ സാമൂഹ്യ വിരുദ്ധരാണെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഇന്ന ആളുകളാണ്. നിങ്ങൾക്ക് എങ്ങനെ ഈ വിവരം കിട്ടി? ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പറഞ്ഞത് അന്വേഷിക്കണം എന്നാണ്, ആളുകളെ കണ്ടെത്തണമെന്നാണ്. അതിനുള്ള മറുപടി ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കെതിരെയാണ്. നിങ്ങൾ എന്തിനാ SFIയുടെ തലയിലേക്ക് ഈ വ്യക്തത കാണിക്കുന്നത് എന്തിനാ? നിങ്ങൾ എന്തിനാ SFI ഇതിന് പകരം ഇത് അന്വേഷിക്കാമെന്ന് പറയാൻ നിങ്ങൾ ആക്രോശിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ മേലാണ് എന്ന് സ്വയം ഈ ക്യാമ്പസിൽ എന്തുണ്ടായാലും SFI ആണെന്ന് നിങ്ങൾ പറയുള്ളൂ. നിങ്ങൾ അങ്ങനെ പറയുള്ളൂ. നാളെ ഈ ക്യാമ്പസിന്റെ ബയോളജി ലാബിൽ അസ്തുകൂടം കണ്ടാൽ അത് SFIക്കാർ ചെയ്തതെന്ന് നിങ്ങൾ പറയുള്ളൂ. ബഹുമാനപ്പെട്ട സാറിനോട് കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞു KSUവിന്റെ മഹാമനസ്സത കൊണ്ടാണ് ഈ ഭൂരിഭാഗം വരുന്ന ക്യാമ്പസുകളിൽ SFI വന്നെന്ന്. ഒരാളുടെ ഔദാര്യം കൊണ്ടല്ല SFI ക്യാമ്പസിൽ. നിങ്ങൾ ഇതുപോലെ ആയുധങ്ങൾ സൂക്ഷിക്കുകയും ക്യാമ്പസിൽ നിങ്ങൾ ഇതുപോലെ ഡാർക്ക് റൂമുകൾ ഉണ്ടാക്കി ഡീലിംഗ് കമ്മിറ്റികൾ ഉണ്ടാക്കി കുട്ടികളെ ഉപദ്രവിക്കുന്നത് നിർത്തി നോക്ക്. അക്രമം നിർത്ത്. ജനാധിപത്യത്തിന്റെ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി നോക്ക്. അവിടെയൊക്കെ ക്യാമ്പസുകളിൽ KSU ഉണ്ടാകും, അവിടെ MSF ഉണ്ടാകും, ABVP ഉണ്ടാകും, SFI ഉണ്ടാകും. നിരവധി യാതൊരു സംശയവും വേണ്ട. ഈ ഭിത്തിയില് 70കളില് ഇത്രയും മനോഹരമല്ല. അന്ന് എല്ലാവരും എഴുതിയിരുന്നത് കാവ്യ കൊണ്ടും അതുപോലെ നീലമഷി കൊണ്ടായിരുന്നു. KSU എന്ന് എഴുതിയൊരു കാലം ഉണ്ടായിരുന്നു. അത് കണ്ടവനാണ് ഞാൻ. അതുപോലെ ലോ കോളേജ്, ആൽബർട്ട്, പല സ്ഥലത്തും. അതില്ലാന്ന് പറയാൻ കഴിയുമോ? രണ്ടാമത്തെ കാര്യം, എനിക്ക് മുഴുവൻ കുട്ടികളോടും പറയാം, SFIക്കാരും KSUക്കാരും എല്ലാവരും ആവട്ടെ, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പ്രിൻസിപ്പൾ ഇപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാവരും ശിക്ഷിക്കുന്നുണ്ട്, സമ്മതിച്ച്. ഞാൻ MLA ആയിരിക്കുമ്പോൾ അവിടെ ഒരു കെട്ടിടം പണിയാനിട്ട് ഈ കോളേജിൻ്റെ ആധാരം ചോദിച്ചു. അതിൻ്റെ ഒരു കോപ്പി അതിൽ കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞു ആധാരം ഇവിടെ ഇല്ല. പ്രിൻസിപ്പളിനാവുന്ന കണ്ടുപിടിക്കാമോ? അതല്ല ആദ്യം ചെയ്യേണ്ടത്. അതിനും വലിയ തെറ്റല്ല ഒരു കസേര കൊണ്ട് കുട്ടികളെ കത്തിച്ചത്. കുട്ടികൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത്ര വലിയ തെറ്റൊന്നും വലിയ തെറ്റാണ്. അധ്യാപികയുടെ ഒരു മഹാരാജാസ് കോളേജ് എന്ന് പറയുന്ന ക്യാമ്പസിലെ പ്രധാന അധ്യാപികയുടെ കസേര കത്തിച്ചത് ചെറിയ തെറ്റാണ്. പ്രിൻസിപ്പളിനെ അത് കുട്ടികളുടെ കലാവിരുതാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇതാണ് കുട്ടികളെ വഴിപിഴപ്പിക്കുന്നത്. ഇതാണ് കുട്ടികളെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ പഠനം നഷ്ടപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള
സാമാന്യമായിട്ടുള്ള വിവേകം ഈ നേതാക്കന്മാർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കോളേജിന്റെ ഗ്രൗണ്ട് ഈ ആവേശകരമായ സുഹൃത്തുക്കളെ ആവേശകരമായ പ്രസംഗം നടത്തുന്ന സുഹൃത്തുക്കളെ ഒരു കാര്യം, മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ട് എടുത്തതിന് 8.5 കോടി രൂപയാണ് മെട്രോ റെയിൽ കൊടുക്കാനുള്ളത്. നിങ്ങൾ ഈ സംഘടനാ പ്രവർത്തനം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടുത്തെ KSUക്കാരും SFIക്കാരും ഇടപെട്ടിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ട് എടുത്തതിന് 8.5 കോടി രൂപ മഹാരാജാസ് കോളേജിന് കൊടുക്കണം മെട്രോ റെയിൽ. ഒരു കാര്യം ഞാനിവിടെ പറയുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ ശ്രീ PT തോമസ് നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. മുഖ്യമന്ത്രി കൊടുത്ത മറുപടി എന്താ? ഇത് നിർമ്മാണ സാമഗ്രികളാണെന്നാണ്. ഇതെങ്ങനെയാണ് നിർമ്മാണ സാമഗ്രികളാകുന്നത്? കമ്പിവടിയും അതുപോലെ വാക്കത്തിയും അതുപോലെ വടിവാളും അടക്കമുള്ള ആയുധങ്ങൾ എങ്ങനെയാണ് നിർമ്മാണ സാമഗ്രികളാകുന്നത്? അപ്പോൾ ഇവിടെ പറയുന്നു ഈ നിർമ്മാണ സാമഗ്രികളൊന്നും കുഴപ്പമില്ല എന്ന് സൈമൺ ബ്രിട്ടോ പറയുന്നു. ഇവിടെ പ്രിൻസിപ്പലിനെ കുഴിമാടം ഒരുക്കുന്നവർ അത് കലാസൃഷ്ടിയാണെന്ന് MA ബേബി പറയുന്നു. ഇതുപോലെയുള്ള നേതാക്കന്മാരാണ് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളെ വഴിപിഴപ്പിക്കുന്നതും ഈ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതും. സംശയമുണ്ടോ? രാജ്മോഹൻ ഉണ്ണിത്താനെ ഓർക്കണം. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്കും പറയാനുണ്ട്. ആ ഉദാഹരണം ചെയ്യണ്ട. ഞങ്ങൾക്ക് വളരെ സങ്കടത്തോടെ പറയുകയാണ്, വിദ്യാർത്ഥി എന്ന നിലക്ക് അവൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായിക്കൊള്ളട്ടെ, അവനെ പഠിപ്പിക്കുന്ന ടീച്ചറുടെ അധ്യാപികയുടെ കസേര കത്തിച്ചിട്ട് ഇവിടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അതുപോലെ എല്ലാ CPM കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും അതിനെ പറഞ്ഞു. താങ്കൾ ഉത്തരം പറയട്ടെ. നിങ്ങളുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു. നിങ്ങൾ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പളിന്റെ കസേര കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാകും. അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഞാൻ താരതമ്യം ചെയ്യണേ, കേവലമല്ലല്ലോ, ആപേക്ഷികമായിട്ട്. ഈ കോളേജ് ഉണ്ടെങ്കിൽ കസേര ഉണ്ടാവുള്ളൂ. ഈ കോളേജ് ഒരു കാലത്ത് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു, അറിയല്ലോ. ഈ കോളേജിന് പലരും കണ്ണ് വെച്ചിട്ടുണ്ട് ഇതിനെ വേറെ വല്ലതൊക്കെ കൺവേർട്ട് ചെയ്യാൻ. അതിന് നിങ്ങൾക്ക് ചെറുക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത്. കേട്ടോ, പറഞ്ഞുതരാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ആധാരം ഉണ്ടാക്കുക നിങ്ങൾ ആദ്യം. പല സ്ഥലത്തും മുറിച്ച് കൊടുത്തിട്ടുണ്ട്. പല സ്ഥലത്തും മഹാരാജാസ് കോളേജിന്റെ പ്രോപ്പർട്ടി പല സമയത്തും മുറിച്ച് പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. മഹാരാജാസിന് അത് സർക്കാരാണ് നടപ്പിലാക്കേണ്ടത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മഹാരാജാസിന് വീണ്ടും കാണുന്നത്